സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തീയതിയും മന്ത്രി അറിയിച്ചു. SSLC പരീക്ഷ മാർച്ച് 31-ന് ആരംഭിക്കും. ഏപ്രിൽ 29 വരെയാണ് പരീക്ഷകൾ നടക്കുക. SSLC മോഡൽ പരീക്ഷ മാർച്ച് 21 മുതൽ 25 വരെയാണ് നടക്കുക. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ മാർച്ച് 30 മുതൽ ഏപ്രിൽ 22 വരെ നടത്തും. ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷ മാർച്ച് 16 മുതൽ 22 വരെയാണ് നടത്തുന്നത്. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ മാർച്ച് 30 മുതൽ ഏപ്രിൽ 22 വരെയും മോഡൽ പരീക്ഷകൾ മാർച്ച് 16 മുതൽ 22 വരെയും നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ബോയ്സ് ഗേൾസ് സ്കൂളുകൾ കുറയ്ക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായിട്ടാണ് നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പിന്തുണയും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുക. നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ രംഗം കോവിഡ് കാലഘട്ടത്തും അതിൻ്റെ ശക്തിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവകാശപ്പെട്ടതാണ്. അത്തരമൊരു അവകാശ ബോധം കുട്ടികളിൽ ഉണ്ടാക്കണമെങ്കിൽ ഓരോ കുട്ടിക്കും അവൻ്റെ കഴിവും അഭിരുചിയും താല്പര്യവും കണ്ടെത്തി അവ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ഇടങ്ങളായി സ്കൂളുകൾ മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറ്റുന്ന ഇതിന് നിലവിലെ സ്കൂൾ ഘടനയിൽ ഇനിയും പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് 2017 സംസ്ഥാന ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുന്നതിനോട്ട് തയ്യാറായി. അതാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഘടനാപരമായി വരുത്തേണ്ട മാറ്റങ്ങളാണ് പ്രധാനമായി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസം വ്യത്യസ്തങ്ങളായ ഡയറക്ടർമാരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ് വരെ DPI, പിന്നെ ഹയർ സെക്കൻഡറിയിൽ വേറൊരു ഡയറക്ടർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വേറൊരു ഡയറക്ടർ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പല നിലയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു ക്യാമ്പസിൽ തന്നെ വിവിധ ഡയറക്ടർമാരുടെ കീഴിലുള്ള വിവിധ സ്ഥാപന മേധാവികൾ നിലനിൽക്കുന്നുവെന്ന് ഇവർ തമ്മിലുണ്ടാകുന്ന തർക്കം ഗുണതാ വിദ്യാഭ്യാസത്തിന് പ്രധാനപ്പെട്ട ഒരു പരിമിതിയായി മാറുകയായിരുന്നു. ഒരു ക്യാമ്പസിൽ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നത് വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അതുപോലെ തന്നെ വിനിയോഗത്തിലുമൊക്കെ തന്നെ തടസ്സമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ലാബുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, ലൈബ്രറി ഉപയോഗിക്കുന്ന കാര്യത്തിൽ, ഗ്രൗണ്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇതെല്ലാം വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നിയമ ഭേദഗതി തന്നെ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചട്ടം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ചട്ടം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഏകീകരണം നടത്തുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനക്കയറ്റത്തിനോ മറ്റോ യാതൊരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാവില്ലെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. ഞാൻ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ടായി പത്രക്കാർക്ക് തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 45 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഞാൻ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് ഉള്ളത്. ഈ വർഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി 9.34 ലക്ഷം വിദ്യാർത്ഥികൾ പലയിടങ്ങളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും ആവേശകരവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റു കാര്യം ലേബറിലത്തേക്ക് പറയുന്നതിന് മുമ്പ് ഇപ്രാവശ്യത്തെ SSLC പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവർക്കും അറിയാം, നല്ല റിസൾട്ടായിരുന്നു.
1,25,509 വിദ്യാർത്ഥികൾ A+ നേടി. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിയമസഭയിൽ ഇത് വളരെ വിപുലമായി തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ഒന്നാം ഘട്ടത്തിൽ മലബാർ മേഖലയിൽ സീറ്റിൻ്റെ ശതമാനം വർദ്ധിപ്പിച്ചു. അതിനുശേഷം താലൂക്ക് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ശേഖരിച്ചു. ഏതെല്ലാം വിഷയത്തിലാണ് കുട്ടികളുടെ പ്രവേശനത്തിന് സീറ്റ് കുറവെന്ന് മനസ്സിലാക്കി. നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞു, SLC കഴിഞ്ഞ ശേഷം ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സീറ്റ് ഉറപ്പാക്കുമെന്ന് അന്ന് തന്നെ നിയമസഭ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 79 ബാച്ചുകൾ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൂടി ആകുമ്പോൾ കേരള സംസ്ഥാനത്ത് സീറ്റുകൾ മിച്ചം വരും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കിട്ടിയിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏതാണ്ട് അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ചേരുന്നതിന് വേണ്ടി കഴിയും. വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വേണ്ടിയുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ ആദ്യം സയൻസ് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ ഇനി സയൻസ് കിട്ടിയില്ലെങ്കിലോ വിദ്യാർത്ഥി കൊമേഴ്സ് ചേർന്നിട്ടുള്ളതുണ്ടാകും. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാറുന്നതിന് വേണ്ടിയുള്ള അവസരവും കൂടി അപേക്ഷ ക്ലോസ് ചെയ്താൽ അവർക്ക് നൽകുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തൊരു കാലഘട്ടമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ ക്ലാസ്. ഇന്ത്യയിൽ തന്നെ ഡിജിറ്റൽ ക്ലാസ് നടത്തിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പരീക്ഷ നടത്തി. SLC പരീക്ഷ നടത്തി, ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തി. ബോർഡ് പരീക്ഷ പൂർണ്ണമായി നടത്തിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അതിൻ്റെ ഗുണവും നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ SLC പരീക്ഷ നടത്തിയ അവസരത്തിൽ വിവാദങ്ങളുണ്ടായിരുന്നു, നടത്തിയാൽ എങ്ങനെ. പക്ഷെ പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ നമുക്ക് സാധാരണ ഒരു അന്തരീക്ഷത്തിൽ നടത്തുന്ന പ്രതീതിയാണ് ഉണ്ടായത്. രണ്ടാമത് ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിയപ്പോൾ ഇതേ കുറച്ചുപേർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹയർ സെക്കൻഡറിയുടെ 1ാം വർഷ പരീക്ഷ നടത്തിയപ്പോൾ ഹൈക്കോടതിയിൽ കേസുമായി പോയി. അവിടെ പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ ഏതാനും ആൾക്കാർ പോയി. അപ്പോൾ ഓരോ പ്രാവശ്യം കേസിന് വേണ്ടി പോകുമ്പോൾ കുട്ടികളുടെ പഠിത്തം അവരങ്ങ് നിൽക്കുകയാണ്. കാരണം കോടതി അനുകൂലമായിട്ട് ഞങ്ങൾക്ക് വിധിച്ചാലോ എന്ന് ഇരിക്കുകയാണ്. സുപ്രീം കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. അത് പരീക്ഷ നന്നായി തന്നെ ഇപ്പോൾ നടന്ന് കഴിഞ്ഞു. സ്കൂൾ തുറന്നപ്പോൾ ഇപ്പം തുറക്കാൻ വേണ്ടിയുള്ള അന്തരീക്ഷമാണോ വലിയ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പും മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു മാസക്കാലത്ത് തയ്യാറെടുപ്പ്, അത് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ജനങ്ങൾ, അവരുടെ എല്ലാം സഹായത്തോടു കൂടി മാർഗരേഖ, വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാർഗരേഖ, അത് ഓരോന്നും എടുത്ത് പരിശോധിച്ച് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിമിഷം വരെ, നമ്മൾ ഈ പത്രസേവനം നടത്തുന്ന ഈ നിമിഷം വരെ സ്കൂൾ തുറന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിച്ചതിന് ശേഷം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കുകയും അത് നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നത് കോവിഡ് അവലോകന കമ്മിറ്റിയാണ്, മുഖ്യമന്ത്രി ചെറുമാറ്റ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം അവർ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ ഫലമായി അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി എങ്ങനെയാണോ തയ്യാറെടുപ്പ് നടത്തിയത് അതേപോലെ തന്നെ ആ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും വാക്സിൻ കിട്ടത്തക്ക രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. മറ്റൊരു കാര്യം, ഈ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ഇന്ന് രണ്ടു കൂട്ടരും പഠിക്കുന്ന സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ്. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേന്ദ്രീകരിച്ചുള്ള തീരുമാനമല്ല. അവിടുത്തെ PTA, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ,
അവരെല്ലാം ഏകണ്ഠമായി എടുത്തു വരുന്ന തീരുമാനത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന് എതിരൊന്നുമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിൽ ഒരു എതിർപ്പും വിദ്യാഭ്യാസ വകുപ്പിനില്ല. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ചില സംഘടനകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കണം എന്നുള്ള നിലയിൽ ഒരു തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടേയില്ല. അത് അവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ PT, അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടുത്തെ രക്ഷകർത്താക്കൾ, അവിടുത്തെ നാട്ടുകാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാർ അവർ ഏകണ്ഠമായി തർക്കമുണ്ടെങ്കിൽ അവർ ചെയ്യില്ല. അവർ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകസ്വരത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ്. വേണ്ട എന്നുള്ള തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം 2018 ഞാൻ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്ര ഗ്രാമമാണ്? ചെറിയാക്കര പഞ്ചായത്ത് ചെറിയാക്കര GLPS ഇവിടെ 2018 ജെൻഡർ യൂണിഫോം നടപ്പിലാക്കി. അപ്പം അതൊരു ഒരു നാട്ടിൻ്റെ സംസ്കാരമാണ്, ജെൻഡറിനോടുള്ള നാട്ടിൻ്റെ സമീപനമാണ്, സമത്വത്തോടുള്ള നാട്ടിൻ്റെ ഒരു വികാരമാണ്. അത് അങ്ങനെ ആണെങ്കിലേ മാത്രം കണ്ടാൽ മതിയാവും. ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും ചില സംഘടനകൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നേയില്ല. അങ്ങനെ ഒരു നയമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അത് പറഞ്ഞിട്ടുമില്ല. നാടൊന്നാകെ വരുന്ന അവസരത്തിൽ ഞങ്ങൾ അതിനെ എതിരായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള സമീപനം മാത്രമേ അക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. മറ്റൊരു കാര്യം, SLC പരീക്ഷ നടത്താൻ വേണ്ടി പോവുകയാണ്. കൃത്യമായിട്ട് SLC പരീക്ഷ 31/8 31/3/22 മുതൽ 29/4/22 വരെ. 31/3/22 മുതൽ 29/4/22 വരെ. 31/3/22 മുതൽ 29/4/22 വരെ SLC. സംശയമുണ്ടോ? അതെ. അടുത്ത ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ +2 30/3/22 മുതൽ 22/4/22 വരെ. എൻഡിംഗ് ഡേറ്റ് 30/3/22 മുതൽ 22/4/22. VHC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ 30/3/22 മുതൽ 22/4/22 വരെ. സെക്കൻഡ് ഇയർ 30/3/22 മുതൽ 22/4/22 വരെ. അതെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. തെറ്റിച്ച് കൂട്ടിൽ കുഴപ്പിക്കില്ല. മോഡൽ എക്സാം ഇതിൻ്റെ എല്ലാം മോഡൽ പരീക്ഷ നടത്തുകയാണ്. കാരണം കുട്ടികൾ ആദ്യം ഇപ്പോൾ കുറച്ച് പഠനമൊക്കെ പ്രശ്നമുണ്ടല്ലോ. 21/3/22 മുതൽ 21/3/22 മുതൽ 25/3/22 വരെ SLC-യുടെ മോഡൽ പരീക്ഷ 21/3/22 മുതൽ 25/3/22 വരെ. ഇതിന്റെ എല്ലാം ടൈം ടേബിളും ഡീറ്റെയിൽഡ് ടൈം ടേബിളും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് 12 മണിയോടുകൂടി പ്രഖ്യാപിക്കും. HSC-യുടെ ഹയർ സെക്കൻഡറിയുടെ മോഡൽ പരീക്ഷ 16/3/22 മുതൽ 21/3/22 വരെ.
16/3/22 മുതൽ 21/3/22 വരെ. ക്ലിയർ? VHSCയുടെ മോഡൽ പരീക്ഷ 16/3/22 മുതൽ സെയിം ഡേറ്റ് 16/3/22 മുതൽ 21/3/22 വരെ സെയിം ഡേറ്റ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ SLC 10/3/22 മുതൽ 19/3/22 വരെ. HSC ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 21/2/22 മുതൽ 15/3/22. 21/2/22 ടു 15/3/22. VHSC സെക്കൻഡ് ഇയർ 15/2/22 ടു 15/8/22. 15/3/22. 15/2/22 മുതൽ 15/3/22. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ VHSC അതെ 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 അതെ. പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കൽ 21/2/21/3. പ്ലസ് ടുവിന്റെ ആണോ? വിദ്യാർത്ഥികളുടെ എണ്ണം പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കൽ എക്സാമിനേഷൻ VHSC 21/2/22 പ്ലസ് ടു 21/2/22 മുതൽ 15/8/22. 15/3/22. 15/3/22. ഇന്നിപ്പോൾ അവിടെ ഡിക്ലെയർ ചെയ്യും തിരുവനന്തപുരത്ത്. കുട്ടികളുടെ എണ്ണവും അതേപോലെ തന്നെ ഫോക്കസ് ഏരിയ ഉണ്ടല്ലോ. ഫോക്കസ് ഏരിയ ടൈം ടേബിൾ ഉണ്ട്, ഡീറ്റെയിൽഡ് ടൈം ടേബിൾ ഉണ്ട്. അതെല്ലാം തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട പരീക്ഷയുടെ ഡയറക്ടർമാർ അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യും. ഇതൊരു പൊതുവിലുള്ള ഒരു നയം ഗവൺമെന്റ് പറഞ്ഞു മാത്രം.